ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചെറുപഴം കൊണ്ട് തയ്യാറാക്കിയെടുക്കാവുന്ന വളരെ നല്ലൊരു 4 മണി പലഹാരമാണ്. ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പലഹാരമാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലിൽ നിന്ന് ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ഒരു ചീനച്ചട്ടി വെച്ച് അത് നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ തുടങ്ങി 1.5 ടേബിൾ സ്പൂൺ വരെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് നെയ്യൊന്ന് ചൂടാക്കിയെടുക്കാം. നെയ്യ് ചൂടായി വന്നതിന് ശേഷം ഒരു കൈപ്പിടിയോളം ഉണക്ക മുന്തിരിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊക്കെ അളവെന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഓരോരുത്തരുടെയും ടേസ്റ്റിനൊക്കെ അനുസരിച്ചിട്ട് അങ്ങനെ മെഷർമെൻറ്റ്സ് അങ്ങനെ കറക്റ്റായിട്ട് വേണമെന്നൊന്നുമില്ല. അപ്പോൾ അതൊന്ന് നെയ്യിലിട്ട് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കശുവണ്ടിപ്പരിപ്പാണ് ഇതിന് കഴിക്കാൻ ശരിക്കും പലഹാരത്തിന് നല്ലൊരു രുചി കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഒന്ന് പൊടിച്ച് ചേർത്തിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഒന്ന് ചെറുതായിട്ട് കുത്തിപ്പൊടിച്ചിട്ട് അതുപോലെ തന്നെ എള്ള് വേണം നമുക്ക്, കറുത്ത എള്ള്. ഈ 3 കാര്യങ്ങളും നെയ്യിലിട്ടിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. എള്ളൊക്കെ ആ നെയ്യിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന രീതിയിൽ തയ്യാറാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് 3ഉം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റാം. അതിനുശേഷം മറ്റൊരു പാത്രത്തിനകത്തോട്ടേക്ക് ഞാൻ 2 പീസ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ 2 പീസ് ശർക്കര മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇതിലോട്ട് നമ്മൾ 1/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ സാധാരണ ശർക്കരപ്പാനി തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരു ഇത്തിരി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാറ്. പക്ഷേ ഇതിൽ നമ്മൾ ഏകദേശം ഒരു 1/4 കപ്പോളം തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ശർക്കര ഉരുക്കിയെടുക്കണം. ശർക്കര പാനി നല്ലതുപോലെ വെട്ടി തിളച്ച് വന്നതിന് ശേഷം കല്ലൊക്കെയുള്ള ശർക്കരയാണെങ്കിൽ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇത് ചൂടോടുകൂടി തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തത് ഇതിലെ പ്രധാന ചേരുവ എന്ന് പറയുന്നത് ചെറുപഴമാണ്. 3 ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ അളവ് നിങ്ങൾ എത്ര അളവാണോ വേണ്ടത് അതിനനുസരിച്ച് ഉപയോഗിക്കാം. ഞാനിവിടെ 3 എണ്ണം വെച്ചിട്ടുള്ള ഒരു കണക്കാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി നല്ല ചൂടോടുകൂടി തന്നെയാണ് ഉള്ളത്. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. കുറച്ച് ഭാഗം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ശർക്കരപ്പാനി കുറച്ചൊന്ന് ചൂടാറി വന്നിട്ടുണ്ട്. നമുക്ക് കൈ കൊണ്ട് തൊട്ടാൽ വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ ഈ പഴം നന്നായിട്ട് കൈ വെച്ചിട്ടാണ് ഉടച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തൂടെ എന്നുള്ളത് വരും. അപ്പോൾ മിക്സിയിൽ അരച്ചെടുക്കേണ്ട, ഇങ്ങനെ ചെയ്തെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ടേക്ക് ഉണക്കമുന്തിരിയും കശുവണ്ടിപ്പരിപ്പും നമ്മുടെ എള്ളൊക്കെ നെയ്യിൽ മൂപ്പിച്ചത് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നെയ്യ് എടുക്കുന്ന സമയത്ത് എപ്പോഴും 1 ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂണൊക്കെ ഉപയോഗിക്കണം. എന്നാലും മാത്രമേ ആ ഒരു മിക്സൊക്കെ ചെയ്യുമ്പോൾ നല്ല ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ഇതിലോട്ടേക്ക് തേങ്ങ ചിരകിയത് വേണം. ഒരു 3 ടേബിൾ സ്പൂൺ വരെ തേങ്ങ ചിരകിയത് ഉപയോഗിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിലിട്ടിട്ട് തേങ്ങയും മൂപ്പിച്ചെടുക്കാം. പക്ഷേ തേങ്ങ കുറച്ചുകൂടി അങ്ങ് ഡ്രൈ ആയി പോകുന്ന ഒരു രീതിയിലോട്ടേക്ക് വരും. ഒന്നുകൂടി നല്ലത് നമ്മളിങ്ങനെ ഫ്രഷ് ആയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ഉപയോഗിക്കുന്നതായിരിക്കും. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. അടുത്തതായിട്ട് ഇതിലോട്ടേക്ക് അരിപ്പൊടിയാണ് വേണ്ടത്. ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 1/4 കപ്പ് അരിപ്പൊടിയാണ്. അതിൽ ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് മാത്രമേ ആദ്യം ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. ആദ്യം 3/4 കപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതായത് നോക്കി അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ മാവ് എന്ന് പറയുന്നത് നല്ല ടൈറ്റായിട്ടുള്ള മാവ് തന്നെയാണ് വേണ്ടത്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുക. അത്രയും നല്ല ഹാർഡായി പോകണമെന്നല്ല, നല്ല ടൈറ്റായി പോകണമെന്നല്ല പറയുന്നത്. എന്നാൽ കൂടി നമുക്ക് കൈ കൊണ്ട് റോൾ ചെയ്തെടുക്കാൻ കഴിയുന്ന പാകത്തിൽ വേണം നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ ഇതിപ്പോൾ ഒന്ന് കുഴഞ്ഞിരിക്കുന്ന പാകത്തിലാണ് അല്ലേ ഉള്ളത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളിപ്പോൾ ടോട്ടൽ 1/4 കപ്പ് അരിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പത്തിരിപ്പൊടിയോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള പൊടിയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. വറുത്ത അരിപ്പൊടി ഉപയോഗിക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ കുഴച്ചെടുത്ത് കണ്ടോ. നമ്മൾ കൈ കൊണ്ട് തൊടും നല്ല സോഫ്റ്റാണ്. എന്നാൽ നമുക്ക് കൈ കൊണ്ട് ഒട്ടിപ്പിടിക്കാത്ത ഈ ഒരു പാകത്തിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ. ഇനി കയ്യിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നെയ്യ് തടവാം. ഞാനിപ്പോൾ നെയ്യൊന്നും തടവിയിട്ടില്ല. വേണമെങ്കിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് അല്ലാതെ തന്നെ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് റോൾ ചെയ്തെടുക്കാം. ഒന്നുകിൽ നമ്മുടെ സാധാരണ പണ്ട് കൊഴുക്കട്ട പോലെ തന്നെ കൊഴുക്കട്ട നമ്മൾ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഉണ്ട പോലെ ആക്കിയിട്ട് റെഡിയാക്കി എടുക്കാറുണ്ട്. അതല്ലെങ്കിൽ ജസ്റ്റ് ഇതുപോലെ റോൾ ചെയ്യാം. ഇങ്ങനെ നമ്മൾ റോൾ ചെയ്യുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ വാഴയിലയിൽ ചെയ്തെടുക്കുമ്പോൾ ഇതിനൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ടേസ്റ്റാണ്. ആ ഇലയിൽ പൊതിഞ്ഞു വരുന്ന അത് ആവിയിൽ വെന്ത് വരുമ്പോൾ ഉള്ള രുചിയും പറയേണ്ട ആവശ്യമില്ലല്ലോ. നല്ല രുചിയാണ്. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് റോൾ ചെയ്യാം. പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നും ആക്കേണ്ട. ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്തിട്ട് വാഴയിലയിൽ ഒന്ന് പൊതിഞ്ഞെടുത്താൽ മതിയാകും. ഈ ഒരു ചെറിയ അളവിൽ തന്നെ നമുക്ക് ഇത്ര എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഈ ഒരു 4 മണി. അപ്പോൾ നമ്മൾ മുഴുവൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇഡ്ഡലി പാത്രത്തിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ആവി വരുന്ന സമയത്ത് ഇതിലോട്ടേക്ക് എല്ലാം മുഴുവനായിട്ട് വെച്ച് കൊടുക്കാം. ഒരു കുറഞ്ഞ സമയത്ത് ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ നല്ലതുപോലെ വെന്ത് കിട്ടും. നന്നായിട്ട് ചൂടാറിയിട്ട് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്.
അപ്പോൾ നമ്മൾ സാധാരണ കുമ്പിളപ്പവും നമ്മൾ പഴം കൊണ്ട് നല്ലൊരു പലഹാരമൊക്കെ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പോലെ തന്നെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളതാണ്. പിന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ ദിവസം സൂക്ഷിക്കാം കേട്ടോ. പുറത്ത് തന്നെ കുറേ ദിവസം സൂക്ഷിക്കാവുന്നതാണ്. ഒട്ടും കേടായി പോകത്തൊന്നുമില്ല. ഇതിൽ നിങ്ങൾക്ക് അതുപോലെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അങ്ങനെയും ചെയ്യാറുണ്ട്. അതും നല്ല രുചിയാണ്. അത് ശർക്കരപ്പാനി ഒഴിച്ചത് കൂടാണ്ട് കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുവാണെങ്കിൽ കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കണ്ടോ നല്ല രീതിയിൽ നമുക്ക് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. നല്ല ഫ്ലേവറാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഏലക്കപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ ഏലക്കപ്പൊടി ഉപയോഗിക്കാവുന്നതാണ്. ഞാനത് സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.